സെന്റർ. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്റെ പൊന്നോ, ഇത്രയും മരങ്ങളോ! ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും മരങ്ങൾ കാണുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ പോകണം. നല്ല സ്ഥലമാണ് ഇത്, നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. യെസ്, അവർ ഡെസ്റ്റിനേഷൻ ഈസ് അറൈവിംഗ്. ശരിക്കും കാട്ടിലേക്ക് കയറിയതുപോലെയുണ്ട്. വെയിൽ അറിയുന്നതേ ഇല്ല. പാർക്കിങ്ങിനെ കുറിച്ചോർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല വിശാലമായ പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഞങ്ങൾ കാറിലായിരുന്നു പോയിരുന്നത്, അത് കാരണം 30 രൂപയായിരുന്നു പാർക്കിംഗ് റേറ്റ്. വണ്ടി നമ്പർ ഓർത്തിരിക്കാത്തവർക്ക് നല്ല പണി കിട്ടും. കാരണം കൗണ്ടറിൽ വണ്ടി നമ്പർ എന്ത് വന്നാലും പറഞ്ഞു കൊടുക്കണം. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് പാനിയലിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 2 കിലോമീറ്റർ നടന്നാലേ നമ്മൾക്ക് പോരിയേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. പോകുന്ന വഴിക്ക് ഊഞ്ഞാലുകളും ബെഞ്ചുകളും ഉണ്ട്. ചേച്ചി ഊഞ്ഞാലാടുന്നത് കണ്ട് ഊഞ്ഞാലാടാൻ ശ്രമിച്ച എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കായെത്തുന്നില്ല, അവസാനം തൂങ്ങിക്കിടക്കുകയാണ് അവിടെ. ഇവിടെ ടോയ്ലറ്റുകളല്ലാതെ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനുള്ള പ്രത്യേക റൂമുകളും ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ ആരും പേടിക്കേണ്ട. ഈ ട്രക്ക് ഫെൻസുകൾ വെച്ചിരിക്കുന്നത് കണ്ടോ? കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. ബോർഡ് കണ്ടോ? പക്ഷെ ആരും പേടിക്കേണ്ട, ഒരു 6 മണിക്ക് കഴിയുമ്പോഴേ വരുള്ളൂ. നടന്ന് തുടങ്ങുമ്പോ തന്നെ വെള്ളത്തിന്റെ നയ സൗണ്ട് കേൾക്കാം. 4 മണി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ 4:45 വരെ നിൽക്കാൻ പറ്റും. 2 കിലോമീറ്റർ നടന്നതും കൂടി നമ്മൾ അറിയുകയില്ല. നല്ല കൂളിംഗ് ആണ്. ഒരു സൈഡിൽ പെരിയാറും മറ്റേ സൈഡിൽ കൊടുങ്കാടും. അതിന്റെ ഇടയിലുള്ള ഒരു യാത്ര, നല്ല വൈബ്. പോകുന്ന വഴിക്ക് ട്രീ ഹൗസ് ഉണ്ട്. അതിന്റെ മുകളിൽ ഞങ്ങൾ കയറി ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിയൻ സ്പോട്ടുകളാണ് ഇവിടെയുള്ളത്. വെള്ളം കുത്തിയൊഴുകുന്ന ശബ്ദം നല്ലപോലെ ഇവിടെ നിന്ന് കേൾക്കാം. നല്ല ഭംഗിയുള്ള സീനറിയായി ഇവിടെ. ഇവിടെ വെച്ച് വഴിയൊന്നും തീർന്നിട്ടില്ല. ഇത് ഇടയിലൂടെ ഒരു വഴിയുണ്ട്. ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്, പക്ഷെ ആ വഴിയിലൂടെ പോകാൻ നല്ല രസമാണ്. സൂക്ഷിച്ച് നടക്കണം, കല്ലുകളിൽ വഴുക്കലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജനുവരി മുതൽ ജൂൺ വരെയാണ് ഇവിടെ വരാൻ പറ്റിയ നല്ല സമയം. ഇപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഞങ്ങൾ വന്നപ്പോൾ വെള്ളത്തിന്റെ അളവ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിന്റെ അളവ് ഇത്തിരി കുറഞ്ഞു. അപ്പോൾ വാച്ച്മാനി പെർമിഷൻ വാങ്ങി ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. ഒത്തിരി ദൂരത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല, എന്നാൽ ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. ഡിസംബർ ലാസ്റ്റ് വീക്കോടെ പാലം വിടും. അപ്പോൾ കൂടുതൽ അടുത്തേക്ക് പോകാൻ പറ്റും. ഞങ്ങൾ വന്നത് ഡിസംബർ ലാസ്റ്റ് വീക്ക് ആണെങ്കിലും വെള്ളം ഒത്തിരി കൂടുതലായിരുന്നു. അത് കാരണം വാച്ച്മാൻ പറഞ്ഞു ജാനുവരി ടു ജൂൺ വരെയാണ് പാലം വിടുന്നത്. എങ്കിലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഫാമിലിയുമായൊരു വണ്ടി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സ്ഥലം ബെസ്റ്റ് സ്പോട്ടാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അതിൽ കയറി ഫുഡെല്ലാം കഴിച്ച് സന്തോഷമായി ഞങ്ങൾ തിരിച്ചു വന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ്. ടാറ്റാ.